ബോണി അത്യാഗ്രഹം മൂത്ത് അവളുടെ അമ്മയോടൊന്നും പറയാതെ ചട്ടോരിയുടെ കൂടെ പോകുന്നു. അവർ രണ്ടുപേരും അവർക്കിഷ്ടപ്പെട്ട പഴങ്ങൾ അന്വേഷിച്ച് ഒരുപാട് ദൂരം പോകുന്നു. രാത്രി ആയതൊന്നും അവരറിയുന്നതേയില്ല. ചട്ടോരി, വേഗം വാ, ഇപ്പൊ തന്നെ നേരം വൈകി. നീ കാരണം എനിക്ക് അമ്മയുടെ നിന്ന് നല്ല ചീത്ത കേൾക്കും. നീ ടെൻഷൻ അടിക്കണ്ട, ഞാൻ നിന്നെ രക്ഷിക്കാം. ഞാൻ പറഞ്ഞോളാം ഞാൻ വിളിച്ചിട്ടാണ് നീ വന്നതെന്ന്. വാ, എന്നാ വേഗം പോവാ. എന്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുവിട്. ചട്ടോരി ബോണിയെയും കൂട്ടി അവളുടെ വീട്ടിലേക്ക് പോകുന്നു. ബോണി, ഇത്ര നേരമായിട്ട് നീ എവിടെയായിരുന്നു? നിനക്കറിയാലോ ഞാൻ നിന്നെ രാത്രി പുറത്തു വിടാറില്ലെന്ന്. ചട്ടോരി നോക്കുമ്പോൾ ബോണിയുടെ അമ്മ വളരെയധികം ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. ചട്ടോരി വേഗം അവിടുന്ന് പറന്നു പോകുന്നു. ബോണിക്ക് ചീത്ത കേൾക്കുന്നത് കണ്ട് ചട്ടോരി അവിടെ നിന്ന് വേഗം രക്ഷപ്പെടുന്നു. മമ്മി, എന്നോട് ക്ഷമിക്ക്. ചട്ടോരി പറയുന്നത് കേട്ട് ഞാൻ അതിൽ വീണുപോയി. എനിക്കിഷ്ടപ്പെട്ട പഴങ്ങളും കിട്ടിയില്ല. മോളെ, നിനക്കെന്താ വട്ടായോ? നിനക്കറിയാലോ ചട്ടോരിക്ക് മാമ്പഴം എന്ന് പറഞ്ഞാൽ എത്ര ഇഷ്ടമാണെന്ന്. അതിനുവേണ്ടി മാത്രമാ നിന്നെയും കൂട്ടിക്കൊണ്ടുപോയത്. അങ്ങനെ ആരും പറയുന്നത് കേട്ട് അതിലൊന്നും പോയി വീഴരുത്. നിന്നെ അവിടെ ഇട്ടിട്ട് വന്നിരുന്നെങ്കിലോ? ഇന്നു മുതൽ നീ ചട്ടോരിയോട് മിണ്ടരുത്. ആ അമ്മേ, എനിക്ക് ഇന്ന് മനസ്സിലായി. ചട്ടോരിക്ക് മാമ്പഴം മാത്രമേ ചിന്തയുള്ളൂ. അടുത്ത ദിവസം ബോണിയും ചട്ടോരിയുമായിട്ടുള്ള സൗഹൃദം അവിടെ തീരുന്നു.